4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു ചങ്ക് ബ്രോ വരുന്നുണ്ട് കാണാൻ. കുറച്ച് മുന്നേ എന്നെ വിളിച്ചിട്ടുള്ളൂ. കറക്റ്റ് ടൈമിൽ ഞങ്ങൾ കണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് കാണുന്നത് കേട്ടോ. ഞാൻ കോഴിക്കോട് സിറ്റിക്കകത്തുണ്ടായിരുന്നു. അങ്ങനെ ആൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ബീച്ചിലോട്ട് വന്നാണ്. നമ്മളെ ചങ്ക് ബ്രോ അക്ഷയേട്ടൻ പത്തനംതിട്ടക്കാരനാണ് കേട്ടോ. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാണുന്നത്. ആളുടെ കൂടെ ആളെ ചങ്ക് സുഹൃത്തുക്കൾ സുജിത്ത് എന്നാണ് പേര്. മഴവില്ലെന്ന് ഇരട്ടപ്പേരെന്നാണ് അക്ഷയേട്ടൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അക്ഷയേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ആൾക്കൊരു കൊച്ചൊക്കെ ആയപ്പോഴേക്കും ആളൊക്കെ മാറിപ്പോട്ടോ. കാരണം ആൾ ഈ റൂട്ടിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പറ്റാറില്ല. ഞാനിപ്പോൾ നാട്ടിലുള്ള സമയത്താണ് അക്ഷയേട്ടൻ എനിക്ക് വിളിച്ച സമയത്ത് ഞങ്ങൾ കണ്ടിട്ട് ലോഗോ കിട്ടുമ്പോൾ സന്തോഷം കണ്ടോ. ഇതിന് മുന്നേ അക്ഷയേട്ടനെ കണ്ടിട്ട് നമ്മൾ ലോഗോ കൊടുത്താണ്. അതിനുശേഷം അക്ഷയേട്ടനെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അവരിപ്പം ഗോവയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ തിരുവല്ലയിൽ നിന്ന് ലോഡ് കയറ്റി വരുന്ന വഴിയാണ്. നേരെ ഗോവയ്ക്കാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് വാളിയാ ഗോവയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നാട്ടിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇവരുടെ കൂടെ കയറി കൊയിലാണ്ടി വരെ പോയി കേട്ടോ. ഇവർ ഗോവയ്ക്ക് പോകാമെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. എന്തായാലും ഇവരുടെ കൂടെ ഒരു യാത്ര നമ്മൾ പോകും ഉടനെ. അപ്പോൾ ഞാനിപ്പോൾ കൊയിലാണ്ടിക്ക് പോവാണ്. നമ്മളൊരു ചങ്ക് സുഹൃത്തിനെ കാണാനും ആളുടെ ഒരു വീഡിയോ എടുക്കാനുമുണ്ട്. അപ്പോൾ ആ വീഡിയോ ഉടനെ വരുന്നതാണ്. എന്തായാലും ഈ ചങ്ക് സുഹൃത്തുക്കൾ രക്ഷയില്ലാത്ത മുത്തുമണിയാണ് കേട്ടോ. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് നമ്മളായിട്ട്.